പറയുന്നത് അവർക്ക് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് മാനേജ്മെന്റിന്റെ പ്രോപ്പർ പ്രതിനിധിയെ കാണണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കത് പോരാ, അവർക്ക് അതിൽ മാനേജ്മെന്റിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള അന്വേഷണ സമിതി നിയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അന്വേഷണം തുടരുകയാണോ? അതിന്റെ അന്വേഷണം തുടരുകയാണ്. അത് 6 പേരടങ്ങുന്നു. റിപ്പോർട്ടായില്ല, അന്വേഷണം നടക്കുന്നില്ല. ആദ്യം നമ്മൾ അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ കിട്ടുന്ന 5 days നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഷോക്കോസ്. നിലവിൽ ഈ പറയുന്ന റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷെ എന്നിട്ട് എന്താണ് നടപടി എടുക്കാത്തത്? ഞാൻ ആക്ച്വലി അതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നത് December 18-നാണ്. ഓക്കെ, അതിന് മുമ്പാണ് പരാതി എല്ലാം കൊടുത്തിരുന്നത്. ഉള്ള കാര്യം കമന്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പരാതി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഡിസ്കഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വന്ന സമയത്ത് നമ്മളെല്ലാം ഇൻസ്പെക്ഷൻ, ഗോഹാസിന്റെ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ, ആ ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജോലികൾ ഇച്ചിരി തിരക്കായിരുന്നു, നല്ല ജോലിയായിരുന്നു. അപ്പൊ അതിലായിരുന്നു പരാതിയെ കുറിച്ച് സംസാരിച്ചത്. ഇതിന്റെ അന്ന് ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. അന്ന് നടന്ന ഡിസ്കഷൻ ആ പരാതിന്മേലായിരുന്നു. അതെ. 10-ാം തീയതി മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എന്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ. 10-ാം തീയതി ആ പരാതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡത്തിന്റെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു. അപ്പം കോൺസ്റ്റന്റായിട്ട് അടയ്ക്കുന്നത് ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അതിന്റെ ചേംബറിൽ വെച്ചിട്ട് പരാതി പോയിരിക്കുന്നത് കുട്ടിയുടെ മരണത്തിന് ശേഷം രാത്രിയാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് വ്യക്തതയ്ക്ക്, സാറിന്റെ ചേംബറിലായിരുന്നല്ലോ അധ്യാപികയും നിതിനുണ്ടായിരുന്നു. എങ്ങനെയാണ് നിതിൻ ഈ കാര്യങ്ങളോടൊക്കെ റിയാക്ട് ചെയ്തത്? ആദ്യം ഞാൻ മാഡത്തിന്റെ പേര് കൊടുത്തില്ല എന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. അപ്പോൾ പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പോൾ മാഡത്തിൻ്റെ പേര് ലതയാണ്. അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി. നാച്ചുറൽ മാഡം പഠിപ്പിക്കുന്നതാണെന്നല്ല, ക്ലാസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ അടുത്ത ബന്ധമായിരുന്നു. അത് എനിക്കറിയില്ല. നമ്മുടെ കോളേജല്ല, മെഡിക്കൽ കോളേജാണ്. ഫസ്റ്റ് ഇയർ സർവീസ് മെഡിക്കലും ഡെന്റലും ഉൾപ്പെടുന്നു. സാർ, അതിനുശേഷം നിതിൻ അവിടെ നിന്ന് വളരെ ഇറങ്ങിപ്പോയത് എന്നുള്ളത് നിതിൻ അങ്ങനെയല്ല. നിതിൻ അത് ചെയ്ത് അത് അവസാനം എനിക്ക് തോന്നുന്നു നിതിനും തോന്നിയത്. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. ഇതിന്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിന്റെ മൊബൈലില്ല. ഓക്കെ. പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ്, ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേംബറിൽ വെച്ച് സംസാരിച്ചു. അപ്പൊ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രെട്ടനിങ് ആണ്. ഇപ്പൊ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അധ്യാപകരുടെ ഭാഗത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന റാം അധ്യാപകൻ ആ സമയത്ത് ചേംബറിൽ ഉണ്ടായിരുന്നു? ഇല്ല. ഞങ്ങൾ ചേംബറിൽ ഉണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ സംഗീത മാഡാണോ? സംഗീത മാഡം. റാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ 10-ാം തീയതി മുൻപ് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇതിൽ പരാതിയിട്ടില്ല, അല്ലെങ്കിൽ പോലും എനിക്കൊരു നമ്മൾ നോർമലി ഇപ്പൊ എന്ത് വന്നാലും അങ്ങനെ ഇത് വന്നാലും അത് രജിസ്റ്റർ ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. പുറത്തു വന്ന ഓഡിയോ പറയുന്നത് ഈ സ്റ്റാഫ് റൂം ഒരു പീഡന കേന്ദ്രമായിട്ടാണ്. ഒരു പുറത്തു വന്ന ഓഡിയോ സാറും അത് കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്നത് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു പീഡനം നടക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ അത്തരം പരാതികളോ ഇല്ല? കുടുംബം പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ അധ്യാപികയുടെ നമ്പറിലേക്കാണ് ഇത്തരം സന്ദേശങ്ങൾ വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? കുടുംബത്തെ ഇത്തരം ഒരു കാര്യവും കോളേജിൽ നിന്ന് അറിയിച്ചില്ല എന്നുള്ള കാര്യമാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റി തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഫോൺ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഫോൺ ചെയ്തു. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന്റെ നമ്പേഴ്സും എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോൺ അവിടെ വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്ത് ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. പുള്ളി കുറച്ചു നേരം പുറത്ത് നിന്നതിന് ശേഷം പ്രിൻസിപ്പൽ റൂമിന്റെ പുറത്ത് കുറച്ചു നേരം നിന്ന് വൈകാരികമായിട്ടാണോ, കരഞ്ഞാണോ കുട്ടി ഇറങ്ങിയത്? എങ്ങനെയാണ് സംസാരത്തിന് ശേഷം? അല്ല, സംസാരം പുള്ളി പറഞ്ഞില്ല ഞാൻ ലോൺ അടയ്ക്കും. കാരണം എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഇഷ്യൂ ചോദിച്ചു. അപ്പൊ ചോദിച്ചു അങ്ങനെയല്ല, എന്റെ പേരിലാണ് പേര് വരുന്നപ്പോ